ബോയ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തീർന്നു പോകുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. LR44 എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ബോയയുടെ ഈ മൈക്കാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, നമ്മൾ ഈ ഒരു സ്വിച്ച് കണ്ടോ, ഇത് മുകളിലോട്ട് ക്യാമറയുടെ സെക്ഷനിലോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ക്യാമറയിലും നമ്മുടെ കമ്പ്യൂട്ടറിലും ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യാനായിട്ട്. അതിന് മാത്രമല്ല, ഇത് വർക്കാവാനായിട്ട് ഇതിനകത്ത് ചെറിയൊരു ബാറ്ററിയും കൂടി നമ്മൾ ഉപയോഗിക്കണം. ഇപ്പം ഞാൻ ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ടില്ല. സത്യത്തിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം ഞാൻ ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ടില്ല. ഞാനത് ഈ ഒരു ടൈപ്പ് ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. LR44 എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു ബാറ്ററി ഉപയോഗിക്കാറേയില്ല. ബാറ്ററി ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ബോയയുടെ മൈക്ക് കമ്പ്യൂട്ടറിലും ക്യാമറയിലും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. ഈ ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ അതിനുവേണ്ടി വാങ്ങിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ബോയയുടെ മൈക്കിൻ്റെ എൻഡ് ഭാഗമല്ലേ, അത് ഇതിലായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ നിങ്ങളുടെ ക്യാമറയിലോ കുത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ബോയയുടെ ഇതിനകത്ത് നിങ്ങൾക്ക് ബാറ്ററി ഇടേണ്ടി വരത്തില്ല കേട്ടോ. കാരണം നമ്മൾ ബോയ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തീർന്നു പോകുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. പെട്ടെന്ന് ഉടൻ തീരും കേട്ടോ. നമ്മൾ ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ബാറ്ററി ഡ്രെയിനായി പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അതൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇത് ഇട്ടതിന് ശേഷം ഇപ്പം ഞാൻ ബാറ്ററി മാറാറ് കൂടിയില്ല കേട്ടോ.